എൻ്റെ പ്രായത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ഞാൻ ഈ തുള്ളിച്ചാടി അങ്ങോട്ട് പോകുന്നതെന്നറിയാമോ? ഇതാണ് പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ. പാമ്പിനെയൊക്കെ എടുത്ത് കലയിലിട്ട് കൊടുത്തപ്പോൾ ചെറുക്കൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ അവൻ ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്തു കേട്ടോ. അവിടെ പാമ്പിനെ മാത്രമല്ല പല ജീവികളെയും നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതാണ് ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി കുട്ടികൾക്കൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. അങ്ങനെ കുറേ വർഷമായിട്ട് പാമ്പിനെ ഒന്ന് തൊടുക പിടിക്കുക എന്നൊക്കെയുള്ള എൻ്റെ ആഗ്രഹം കൂടെ ഞാൻ അവിടെ സാധിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടിലെ ചൂടൊക്കെ കാരണം വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ബീച്ച് സൈഡിൽ പോളി ആംബിയൻസിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കയറിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. നമുക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആട്, കോഴി, പശു, ആമ എന്നൊക്കെ പറഞ്ഞല്ലാതെ കൂടുതലൊന്നും അറിയില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും ആനിമൽസിനെ നമുക്ക് പെറ്റ്സ് ആക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയുന്നത്. ആൻഡ് ആടും കോഴിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഒന്നും നമ്മൾ കണ്ടിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും ഒന്നും അല്ല. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷൂ ഇട്ട കോഴി, കോഴിയെ പോലെ ഇരിക്കുന്ന താറാവ്, പിന്നെയുണ്ട് കുഞ്ഞാടിൻ്റെ സൈസുള്ള ഒരു പശുവിൻ്റെ സൈസുള്ള ആട്, ആനയുടെ വലിപ്പമുള്ള കുതിര, പൂച്ചയെ പോലെ അല്ലാത്തൊരു പൂച്ച അവിടെ. എനിക്കൊന്നും കണക്ട് ആയില്ലെങ്കിലും ഈതനെല്ലാം കണക്ട് ആയി. ബിക്കോസ് അവൻ്റെ കാർട്ടൂണിലെ പല ക്യാരക്ടേഴ്സിനെ അവനന്ന് അവിടെ മനസ്സിലായി. കാരണം ഇതിനൊന്നും ഒരിക്കലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് പെറ്റ് ആനിമൽസ് അവിടെ ഉണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. കിഡ്സ് വിൽ ബി വെരി മച്ച് എക്സൈറ്റഡ് ആൻഡ് എൻ്റർടൈൻഡ്. വേഗം സേവ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നെക്സ്റ്റ് ടൈം കണ്ണൂർ പോകുമ്പം പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ മറക്കരുത് കേട്ടോ.